ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് മോഷൻസ് ഓഫ് ദ എർത്ത് എന്ന ചാപ്റ്ററാണ്. നമുക്കറിയാവുന്നതുപോലെ എർത്തിന് രണ്ട് മോഷൻസ് ആണുള്ളത്. ഒന്ന് റൊട്ടേഷനും മറ്റൊന്ന് റെവല്യൂഷനും. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഒരു ദിവസം കൊണ്ട് കറങ്ങുന്നതാണ് റൊട്ടേഷൻ. ഭൂമി സൂര്യന് ചുറ്റും ഒരു ഫിക്സഡ് പാത്ത്, അതായത് ഓർബിറ്റ് എന്ന് പറയും. ഓർബിറ്റ് എന്നാണ് അതിന് പറയുന്നത്. ആ ഫിക്സഡ് പാത്തിലൂടെ, ആ ഓർബിറ്റിലൂടെ 365 ദിവസങ്ങൾ കൊണ്ട് കറങ്ങുന്നതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ട് തരം മോഷൻസ്, ഒന്ന് റൊട്ടേഷൻ, രണ്ടാമത്തത് റെവല്യൂഷൻ. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് എർത്തിൻ്റെ ആക്സിസ്. ഈ എർത്തിൻ്റെ ആക്സിസ് ഓർബിറ്റിൻ്റെ പ്ലെയിനുമായി 66.5 ഡിഗ്രി ആണ് ചരിവുള്ളത്. ആ ഒരു ചരിവിലാണ് എർത്ത് റെവല്യൂഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പം ഓർബിറ്റിൻ്റെ പ്ലെയിനുമായി എത്ര ഡിഗ്രിയാണ്? 66.5 ഡിഗ്രി. ഓക്കെ, ആ ഓർബിറ്റ് ഉണ്ടാക്കുന്ന ആ പ്ലെയിൻ പറയുന്നതാണ് ഓർബിറ്റൽ പ്ലെയിൻ. അതും ഒരു ഇമാജിനറി പ്ലെയിനാണ് ഓർബിറ്റൽ പ്ലെയിൻ. നമുക്കറിയാം, സൂര്യനിൽ നിന്നാണ് ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത്. ആ ഭൂമി ഒരു സ്പെറിക്കൽ ഷേപ്പിലുമാണ്, അതുപോലെ തന്നെ 66 ഡിഗ്രി ചരിഞ്ഞുമാണ് ഇരിക്കുന്നത്. ഓർബിറ്റ്, എർത്തിൻ്റെ ഓർബിറ്റ് പ്ലെയിനുമായിട്ട് 66 ഡിഗ്രി ചരിഞ്ഞുമാണ് ഇരിക്കുന്നത്. ഈ എർത്തിൻ്റെ സ്പെറിക്കൽ ഷേപ്പ് കാരണം എർത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ സൂര്യനിൽ നിന്ന് ഒരു സമയത്ത് പ്രകാശം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രകാശം ലഭിക്കുന്ന ആ പോർഷൻ, ആ സ്ഥലത്ത് ആ സമയത്ത് പകലും പ്രകാശം ലഭിക്കാത്തിടത്ത് രാത്രിയുമായിരിക്കും. ഒരു ഇമാജിനറി ലൈൻ, ആ ലൈനാണ് ഒരു ഡേയെയും നൈറ്റിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഡേ പോർഷനിലെയും ഡേ ഏരിയാസിനെയും നൈറ്റ് ഏരിയാസിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. ആ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ ഒരിക്കലും ആക്സിസിലൂടെ അല്ല കടന്നു പോകുന്നത്. നമുക്കറിയാം, എർത്ത് റൊട്ടേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത് 24 മണിക്കൂറാണ്. ആ പീരീഡ് എർത്ത് എടുക്കുന്ന 24 മണിക്കൂറിന് പറയുന്ന പേരാണ് എർത്ത് ഡേ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഒരു സ്ഥലത്ത്, ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന സ്ഥലത്ത് മാത്രം എന്നും പകലായിരിക്കും, അതിൻ്റെ വിപരീത സ്ഥലത്ത് എന്നും രാത്രിയായിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് അവിടെ എപ്പോഴും ചൂടായിരിക്കും, മറ്റിടത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചൂടുണ്ടാവുകയില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ ബുദ്ധിമുട്ടാകും. എർത്തിൻ്റെ അടുത്ത മോഷൻ റെവല്യൂഷനാണ്. നിങ്ങൾക്കറിയാം, സണ്ണിന് ചുറ്റും എർത്ത് കറങ്ങുന്നത് 365 പിന്നീട് ഒരു 4 ദിവസം കൂടിയുണ്ട്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഒരു വർഷം 365 ദിവസം എന്ന് പറയുന്നു. ഒരു റെവല്യൂഷന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ ഒരു വർഷമെന്നും കണക്കാക്കുന്നു. നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത്. എർത്തിൻ്റെ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സീസൺസ്. പലതരത്തിലുള്ള സീസൺസ് ഉണ്ട്, നമുക്കറിയാം. ആ സീസൺസ് എർത്തിൻ്റെ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സണ്ണ് ഇവിടെയാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് നോക്കാം, 2 ഹെമിസ്ഫിയർ ഉണ്ട്, നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും. ഈ സണ്ണ് ഇവിടെ ആകുമ്പോൾ ഈ ഭാഗത്താണ് പ്രകാശം വന്ന് പതിക്കുന്നത്, സൂര്യൻ്റെ പ്രകാശം പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഈ ഭാഗത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആയിരിക്കും, സദേൺ ഹെമിസ്ഫിയറിൽ സമ്മറും ആയിരിക്കും. ഇനിയും അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഇപ്പുറത്തെ ഭാഗത്ത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വിൻ്റർ ആണ് എന്ന് പറയാറുണ്ട്. വിൻ്റർ ആണ്, അത് ഏകദേശം ഡിസംബർ മാസങ്ങളിലാണ് അത് സംഭവിക്കുന്നത്. പിന്നീട് വീണ്ടും ജനുവരി, ഫെബ്രുവരി, മാർച്ചിലേക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിൽ വരികയും സൗത്ത് പോളും നോർത്ത് പോളും അതിനെ ഓട്ടം, അതിൻ്റെ സദേൺ ഹെമിസ്ഫിയറിൽ അപ്പോൾ അതിനെ ഓട്ടം എന്നും നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് എന്നും പറയുന്നു. പിന്നീട് ഏപ്രിൽ, മെയ്, ജൂൺ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. നേരത്തെ ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആയിരുന്നു, ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മറാണ്. ഇവിടെ സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരുന്നു, ഇവിടെ സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്ററാണ്. പിന്നീട് വീണ്ടും തിരിച്ച് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഓട്ടമാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടമാകും, സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആകും. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും സമ്മർ, വിൻ്റർ, സ്പ്രിങ്, ഓട്ടം. ഓക്കെ,
നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു എർത്ത് റെവല്യൂഷൻ ചെയ്യുന്നത് 365 ദിവസവും പിന്നെ ഒരു 1/4 ദിവസം കൂടെ ചേർന്നതാണ് എന്ന്. നമ്മൾ സൗകര്യാർത്ഥം 1/4 ദിവസം നമ്മൾ വിടുകയാണ്, അങ്ങനെ 365 എന്ന് പറഞ്ഞു. പക്ഷേ ഇതുപോലെ 4 1/4 ദിവസങ്ങളാകുമ്പോൾ നമുക്കറിയാം 1 ദിവസമാകും. ഓക്കെ, 6 മണിക്കൂറുകൾ ചേരുമ്പോൾ 24 മണിക്കൂറാകും. അപ്പോൾ 4 വർഷം ഇരിക്കയിലെ ഒരു എക്സ്ട്രാ ദിവസം വരുന്നുണ്ട്. ആ എക്സ്ട്രാ ദിവസം ഫെബ്രുവരി മാസത്തിലെ ഒരു ദിവസമായി കണക്കാക്കുന്നു. അതുകൊണ്ടാണ് 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരിക്ക് 28 ദിനങ്ങളല്ല 29 ദിനങ്ങളാവുന്നത്. ആ വർഷത്തിൽ 366 ദിവസങ്ങളുണ്ടാവും. ആ വർഷത്തിന് പറയുന്ന പേരാണ് ലീപ്പ് ഇയർ. അതിനകത്തുനിന്ന് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സണ്ണിന് ചുറ്റും എർത്ത് കറങ്ങുന്നത് ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ് എന്നുകൂടി ഓർത്തിരിക്കുക. സ്പ്രിങ്ങും ഓട്ടവും വരുന്നത് മാർച്ചിലും സെപ്റ്റംബറിലുമാണ്. ഡിസംബറിൽ വരുന്നത് വിൻ്ററും സമ്മറുമാണ്. അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്ററാണ്, സദേൺ ഹെമിസ്ഫിയറിൽ സമ്മറാണ്. ഇനിയും തിരിച്ച് ഇവിടെ വരുമ്പോൾ ഏകദേശം ജൂൺ കാലഘട്ടങ്ങളിൽ വരുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മറാണ്, സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്ററാണ്. ഓക്കെ, ഇത്രയും ഓർത്തിരിക്കുക. ഇത്രയാണ് ഈ ചാപ്റ്റർ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ അടുത്ത ചാപ്റ്ററുകളിൽ മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.